തങ്ങളെ തന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വിമൻ ഉണ്ടാവുമല്ലോ, ഒരു സ്ത്രീ ഉണ്ടാവുമല്ലോ. ഹാജറ ബീവി. ഏത് കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലെസ്റ്റ് അല്ല. രണ്ട് ഇണകൾ തമ്മിലുള്ള അവരെ മരണം വരെയുള്ള ജൈത്രയാത്രയാണ്. അപ്പം അത് സക്സസ് ആവുന്നൊരു ഫോർമുലായിട്ടാണ് നമ്മൾ പ്രണയത്തെ കാണുന്നത്. ഒന്നിനും മതം നോക്കിയിട്ടല്ല ഒരാൾ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരാൾ അതിലേക്ക് എടുക്കുന്നത്. പ്രണയം അത് മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെ അത് വളരെ എൻജോയബിളാണ്. അതെന്തുകൊണ്ടായിരിക്കും ഇസ്ലാം മതത്തിൽ ഈ ബഹു ദാമ്പത്യം? പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾ കേൾക്കുമ്പോൾ ഒരാൾക്ക് 4 ഭാര്യ, അയാൾ എൻജോയ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് കുറേ സ്വാതന്ത്ര്യം കൊടുത്ത്, അങ്ങനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. കുറേ ആളുകൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. 4 കെട്ടാൻ പറ്റുമെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ രഹസ്യമായിട്ട് കല്യാണം കഴിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ തന്നെയാണ് മറ്റേ സ്ത്രീ സമത്വം എന്ന് പറയുന്നത്. ഇസ്ലാം മതത്തിൽ സ്ത്രീ പുരുഷൻ എന്നല്ല, കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഗുഡ് ഡീഡ്സ് ബാഡ് ഡീഡ്സ് എന്താണോ ചെയ്യുന്നത് അതിന് കൃത്യമായിട്ട് അവിടെ ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവില്ല. അവർക്ക് രണ്ടുപേർക്കും നന്മ ചെയ്യുന്നതിന് നന്മ ലഭിക്കും, തിന്മ ചെയ്യുന്നതിനുള്ള തിന്മ ലഭിക്കുന്നുണ്ട്. ഇതിൽ സമത്വം വളരെ വ്യക്തമാണ്. തലാക്ക് ചൊല്ലുന്നത് ആണുങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു അറിവിൽ. ബന്ധം വേർപെടുത്താൻ സ്ത്രീക്കും അവകാശം ഇല്ലേ? പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കൂടുതൽ സമ്പാദിക്കുന്നതും ഒരു നല്ല ജോലി ഉള്ളതും ഇസ്ലാം മതത്തിൽ അത് ഓക്കെ ആണോ? എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഭരിച്ചതും ഒക്കെ കമ്മ്യൂണിസമാണ്. ഇതുവരെ അവർക്ക് ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാൻ സാധിച്ചിട്ടില്ല. വുമൺ എംപവർമെന്റ് ഈ ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ട് അവരൊക്കെ സഹകരിച്ചാൽ എല്ലാവർക്കും എല്ലായിടത്തും എത്താൻ സാധിക്കും. ഹായ് ഗായ്സ്, വെൽക്കം ടു ഫെസ ഇൻറ്റീരിയർ പ്രസൻസ് പിങ്ക്. ഇന്നത്തെ നമ്മുടെ ഈ പോഡ്കാസ്റ്റിൻ്റെ ഗസ്റ്റ് എന്ന് പറയുന്നത് മലബാറിൻ്റെ ഒരു മുഖമാണ്. അദ്ദേഹം മുസ്ലിം ലീഗ് യൂത്ത് വിങ്ങിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നമ്മൾ ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമും സ്ത്രീകളും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ഒരു മതത്തെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒന്നും നമ്മൾ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അടിച്ചമർത്താനോ ഒന്നിനും വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ ഒരു കോമൺ ഒരു പേഴ്സണായിട്ട് എനിക്ക് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലും അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. അത് ചോദിച്ചറിയാന്നുള്ളത് മാത്രമാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ലെറ്റ്സ് വെൽക്കം മൊയ്ൻ അലി തങ്ങൾ. ഹായ്, എങ്ങനെയുണ്ട്? ഹൗ ആർ യു? കുഴപ്പമില്ല. സോ ഹൗസ് ലൈഫ് ഗോയിങ്? എങ്ങനെയുണ്ട് ഇപ്പം മലബാർ? അവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത്യാവശ്യം നല്ല മഴയുണ്ട്. നമ്മൾ പിങ്കിലൂടെ നമ്മൾ ഒരുപാട് നല്ല നല്ല ഇൻഫോർമേഷൻസും ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഉത്തരങ്ങൾ എവിടെ? അതാണ് ഇപ്പം ഞാനും അതിനൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിലെൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് കാണണ്ട, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ തങ്ങളിൽ തന്നെ ഇപ്പോൾ ഈ ഒരു പൊളിറ്റീഷ്യനാണ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിവുള്ള ഒരാളാണ്, നമുക്ക് തങ്ങളെ പറ്റി നന്നായിട്ട് അറിയാം. പക്ഷേ തങ്ങളെ തന്നെ ഇൻസ്പയർ ചെയ്ത ഒരു വിമൻ ഉണ്ടാവുമല്ലോ, ഒരു സ്ത്രീ ഉണ്ടാവുമല്ലോ. ഹാജറ ബീവി നമ്മളെ ഇബ്രാഹിം നബിയുടെ ഭാര്യയാണ്. ഓക്കെ. അപ്പോൾ അവർ ഇൻസ്പയർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സഹനങ്ങൾ കുറേ സഹിച്ചിട്ട് ജീവിതം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നുള്ളത് ഒരു ശരിക്കും മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തിത്വമുണ്ട്. പിന്നെ പ്ലസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ ചരിത്രം ഇസ്ലാമിൽ തന്നെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അതിൻ്റെ ഒരു വലിയ ഭാഗമായിട്ടുള്ള ആൾ. ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പോലെ തന്നെയാണ് മറ്റേ സ്ത്രീ സമത്വം എന്ന് പറയുന്നത്. ഇപ്പം 2 ജെൻഡറും ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് കോൺട്രഡിക്ടറായിട്ട് ആൾക്കാർ പറയുന്നുമുണ്ട്. കുറേ പേര് അങ്ങനെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തങ്ങളെ അപേക്ഷിച്ച് എങ്ങനെയാണ് ലൈക്ക് സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് എങ്ങനെയാണ് തുല്യരാകുന്നത്? തുല്യരെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും
ബഹുമാനം കൊടുക്കുക, ആദരവ് കൊടുക്കുക, റെസ്പെക്റ്റ് കൊടുക്കുക. അതുപോലെ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റേ ആൾ സഹായിക്കുക. ഒരു സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണോ ആ ഒരു രീതിയാണ്. ഇസ്ലാം മതത്തിൽ സ്ത്രീ പുരുഷൻ എന്നല്ല, അത് ഓരോരുത്തർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു സ്ത്രീ ആകുമ്പം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാം, പുരുഷന് ഉത്തരവാദിത്തമുണ്ട്. പിന്നെ കുറേ നമ്മൾ ശരി തെറ്റ് എന്നുള്ളത് നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ പിന്നെ അതുപോലെ തന്നെ സൗജ എന്നുള്ളൊരു വേർഡ് തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇണകൾ എന്നാണ്. അതിൽ ഭാര്യ ഭാര്യ ഭർത്താവ് എന്നുള്ള മലയാളത്തിൽ വരുന്ന ആയിരത്തെ പ്രയോഗമല്ല. മലയാളത്തിൽ വരുന്നത് വെച്ചാൽ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾ, ഭാര്യ എന്ന് പറയുമ്പം ഭരിക്കപ്പെടുന്ന ആൾ എന്നൊക്കെയാണ്. പക്ഷേ അറബിയിൽ അങ്ങനെ ഒരു ഇതില്ല. ഇണകൾ അത്രേ ഉള്ളൂ. നമ്മളിതിലേക്ക് പോകുന്നതിനനുസരിച്ച് വേറൊരു ഇതിലേക്ക് നമ്മൾ എത്തും. ഓരോരുത്തരും മനസ്സിലാക്കുന്നതിൻ്റെ അതെന്നുവെച്ചാൽ ഈ അല്പജ്ഞാനികളാണ് കൂടുതൽ സ്വാഭാവികമായിട്ടും റോങ് ആയിട്ട് പോവുക. ആക്ച്വലി ഇപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ ചെയ്യുന്ന കർമ്മങ്ങൾ, അതുപോലെ തന്നെ ഗുഡ് ഡീഡ്സ് ബാഡ് ഡീഡ്സ് എന്താണോ ചെയ്യുന്നത് അതിന് കൃത്യമായിട്ട് അവിടെ ആണ് പെണ്ണ് എന്നുള്ള വകതിരിവ് ഒന്നുമില്ല, വേർതിരിവില്ല. അവർക്ക് രണ്ടുപേർക്കും നന്മ ചെയ്യുന്നതിന് നന്മ ലഭിക്കും, തിന്മ ചെയ്യുന്നതിനുള്ള തിന്മ ലഭിക്കുന്നുണ്ട്. ഇതിൽ സമത്വം വളരെ വ്യക്തമാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സായ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കേട്ടൊരറിവിലാണ് കേട്ടോ ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഹസ്ബൻഡ് മാത്രമേ ആ സ്ത്രീയെ കാണാൻ പാടുള്ളൂ എന്ന് ഖുറാനിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പർദ്ദ കണ്ണ് മാത്രം കാണിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റൂൾസ് ആക്ച്വലി ഉണ്ടോ? മീൻസ് അങ്ങനെയാണോ? അതിൻ്റെ ഒരു ശരിയായ തലം എങ്ങനെയാണത്? നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഓരോ നമ്മളെ നാട്ടിൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവർ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നാ പറയുക. നിങ്ങൾക്ക് അങ്ങനെ ശ്രദ്ധിച്ചുകൂടിയിരുന്നു, നമ്മളെ കുറ്റപ്പെടുത്തുക ചെയ്യുക. നമ്മുടെ അവസ്ഥ ആരും മനസ്സിലാക്കില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് പേരുടെ ഡ്രീമാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു മുസ്ലിം റൂൾ അനുസരിച്ചിട്ട് സിനിമ കാണുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു അറിവിൽ. അങ്ങനെ തന്നെയാണോ? നമ്മൾ സിനിമയുടെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് ശരി തെറ്റ് സ്വയം തിരഞ്ഞെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഇപ്പോൾ മൂവീസിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ശരിക്കും ഒരു മൂവിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ പഠനം നടത്തിയ ആൾക്കാരുടെ ഇതേപോലത്തെ ഇൻ്റർവ്യൂസിൽ നമുക്ക് കാണാൻ സാധിക്കും, വല്ലാതെ മദ്യം അതിനെ എല്ലാ നിലക്കും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വല്ലാതെ നമുക്ക് പ്രതീക്ഷകൾ തരുന്നുണ്ട്, കാരണം എങ്ങനെ ജീവിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള അതെല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് കൂടുതലും എല്ലാ മൂവീസും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊരു മെജോറിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ വരുന്നത്. പക്ഷെ അത് കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടാണ് വരുന്നത്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന, എല്ലാവരെയും ആഫ്റ്റർ ഓൾ അതൊരു ഫിനാൻഷ്യൽ സംഭവമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് മൂവി എടുത്താലും ഇതിൽ കൂടുതൽ കാണിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ മൂവിയിൽ തന്നെ നമ്മളിപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ഇപ്പോൾ ഒരു ക്യാമറമാൻ ആയിക്കോട്ടെ, ഛായാഗ്രഹനായിക്കോട്ടെ, ഇതെല്ലാം ഇപ്പോൾ ആക്ടർ, മെഗാസ്റ്റാർ നമ്മൾ പറയുന്നു. അപ്പോൾ ഇവരെല്ലാം ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഒരു സ്ത്രീയെ എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പദവിയിലേക്കോ മുസ്ലിം സ്ത്രീകളെ കാണാൻ പറ്റിയിട്ടില്ല. മുസ്ലിം പുരുഷന്മാരെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊന്നാമത് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ അതിൽ മതമില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫിലിം ഇൻഡസ്ട്രി, എല്ലാ ഇൻഡസ്ട്രിയും, ഇപ്പോൾ മെഡിക്കൽ, അതുപോലെ തന്നെ ഗവൺമെൻറ്, ഡിപ്ലോമാറ്റ്, ഒന്നിനും മതം നോക്കിയിട്ടല്ല ഒരാളെ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഒരാൾ അതിലേക്ക് എടുക്കുന്നത്. അവരുടെ ടാലൻറ്റ്, അവരുടെ അധ്വാനം, ഇതാണ് അവരെ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത്. അതിനൊന്നും ഒരിക്കലും ഒരു മതത്തിൻ്റെയും അല്ലെങ്കിൽ ഒരാളെ റെഫറൻസോ, ഈവൻ ഇപ്പോൾ നമ്മൾ നെപ്പോ കിഡ്സ് എന്ന് പറയും, അതിൽ ഒരു അടിസ്ഥാനമില്ല. സ്വയം കഴിവുണ്ടെങ്കിൽ അയാൾക്ക് അതിലേക്ക് പ്രവേശിക്കാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ ആർക്കും
എവിടെ എത്താൻ പറ്റും. സോ ഈ ഒരു ഗ്ലാമറായിട്ടുള്ള ഒരു വേൾഡ് ഒന്നും ഒരു ഫാൻറ്റസി ലൈഫ് ഒന്നും ഇതൊന്നുമല്ല. നമുക്ക് കഴിവുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ടാലൻറ്റ് ബേസാണ്, പിന്നെ അവരുടെ സപ്പോർട്ട് കാര്യങ്ങൾ. രാഷ്ട്രീയത്തിൽ നമുക്ക് സ്ത്രീകളെ കാണാൻ അധികം സാധിക്കാറില്ല. ഈ നമുക്കൊരു മെയിൻ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു കമ്പാരിറ്റീവ്ലി നമ്മൾ അത് നോക്കുമ്പോൾ കറക്റ്റാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം കമ്മ്യൂണിസമാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. പക്ഷേ അവർ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലൊരു ടോപ്പ് 10 പോലും സ്ത്രീകളില്ല. ഇവൻ അമേരിക്കയെ കുറിച്ച് കാണുന്ന അമേരിക്ക, UK, ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അവിടെ ഒന്നും ഇത്തരത്തിലുള്ള ഇവരൊക്കെ പറയാമെന്നല്ലാതെ നമ്മൾ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈവൻ ക്രിയേറ്റീവായിട്ടുള്ള ഏരിയകൾ എല്ലായിടത്തും ഈ ഒരു സംഭവം വരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യമായിട്ടുള്ള അമേരിക്ക, അതുപോലെ തന്നെ ഇപ്പോൾ ചൈന, എവിടെ നോക്കിയാലും ഈ ഒരു വുമൺ ഡോമിനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്ക് എടുത്തു പറയാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ചെറുതായിട്ടുണ്ടാവുക എന്നല്ലാതെ ഒരു സമത്വം എന്നുള്ള നിലയിലേക്ക് ഒരിക്കലും എത്തിപ്പെടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഇസ്ലാം മതം ശരിക്കും ഈ വിമൻ എംപവർമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കമ്പാരിറ്റീവ്ലി ഇപ്പം നമ്മൾ പറഞ്ഞ റിയാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമാണ് സ്ത്രീകൾക്ക് അത്രയും മഹത്വവും അതുപോലെ തന്നെ എല്ലാം കൊടുത്തിട്ടുള്ളത്. അവർക്ക് അവരെ നമ്മൾ കാരുണ്യത്തിൽ കാണണം. അതുപോലെ തന്നെ അവർക്ക് സെക്യൂരിറ്റി ഇത് കൊടുക്കണം എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാസ്റ്റ് സ്പീച്ചിൽ ലാസ്റ്റ് പറഞ്ഞ ഒരു വേർഡാണ്. സ്ത്രീക്ക് നമ്മൾ അവരോട് കരുണ കാണിക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ സിനിമേനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടും നമുക്ക് സ്ത്രീകളെ കാണാൻ പറ്റുന്നില്ല സംസാരിച്ചു. അപ്പം ഇതെല്ലാം ഒരു മതമാണോ ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്, അതോ സ്ത്രീകൾ തന്നെ ഉൾവലിഞ്ഞ് നിൽക്കുകയാണോ, നമുക്കിതിലൊന്നും കഴിവ് തെളിയിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ചിന്തിച്ചിട്ടാണോ, എന്താണ് ശരിക്കും? ഞാൻ ചിന്തിക്കുന്നത് ഇതിപ്പോൾ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു ഇസ്ലാമോഫോബിയ മാത്രം വെച്ച് ഇസ്ലാം ഇവരെല്ലാവരും തടഞ്ഞു നിർത്തുകയാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല എന്നുള്ളൊരു ഈ കാര്യമായിട്ടൊരു ചോദ്യം ഉയർത്തി ആയിട്ടാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് തരുന്നത്. പക്ഷേ റിയാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ മേഖലകളും സ്വാഭാവികമായിട്ടും അവരൊന്നും ഇതിന് തയ്യാറല്ല. അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും, നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കമ്മ്യൂണിസം, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭരിച്ചതും ഒക്കെ കമ്മ്യൂണിസമാണ്. LDF ആണ് ഇവരെ ഭരിച്ചിട്ടുള്ളത്. ഇതുവരെ അവർക്ക് ഒരു സ്ത്രീയെ മുഖ്യമന്ത്രിയാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ അമേരിക്ക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ മേഖല മാത്രമല്ല, ഒട്ടുമിക്ക മേഖലകളിലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ സൊസൈറ്റി സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാൻ, അവർക്ക് ആ മേഖലകളിലേക്ക് വരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്ത് പ്രോത്സാഹിപ്പിച്ച്, ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ഒരു വുമൺ എംപവർമെൻറ്റ് സൊസൈറ്റിയിലുള്ള ആളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ട് അവരൊക്കെ സഹകരിച്ചാൽ എല്ലാവർക്കും എല്ലായിടത്തും എത്താൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം അവർ ഉൾവലിഞ്ഞ് നിൽക്കുക എന്നുള്ളതിൻ്റെ കുറേ റീസൺസ് ഉണ്ടാവും. അവർക്ക് വീട്ടിൽ കുറേ പ്രഷർ ഉണ്ടാവും, സൊസൈറ്റിയിൽ പ്രഷർ ഉണ്ടാവും. അപ്പോൾ അവർ ഒന്നുകൂടി അവർക്ക് ഒരു ആ പ്രയാസം മാറ്റിയിട്ട് എല്ലാവരും അവരെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടുവന്നാൽ ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴും എനിക്കറിയാനുള്ളത്, ഇപ്പോൾ കാലത്തിനനുസരിച്ച് ഇപ്പോൾ മതം വിശ്വസിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഇസ്ലാം മതസ്ഥരായാലും ഇവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ സ്ത്രീകളുടെ ആ സ്വാതന്ത്ര്യത്തെ പറ്റിയും അവരുടെ ആ ഒരു എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായാലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? അതിന് മാറ്റങ്ങൾ ഇസ്ലാം അനുസരിച്ച്, ഇസ്ലാമിൻ്റെ കുറേ നിയമങ്ങളനുസരിച്ച് സ്ത്രീകൾ അത് ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് എല്ലാ മേഖലകളിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യമുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ അത് പാരൻസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് ഒരു മുസ്ലിം വീടുകളിൽ പോയിട്ട് അവരുടെ പാരൻസായിട്ട് സംസാരിച്ചാൽ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് പെൺകുട്ടികളാണ്. എസ്പെഷ്യലി അവരെ അടുക്കളകളിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നില്ല. അതിന് പകരം കൂടുതൽ പഠിക്കാനും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും സഹായം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം
പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്ന ആ ഒരു രീതി മാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം, ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കാം. അതൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ തീരുമാനമാണ്. പിന്നെ അപ്പോൾ ഒരാളെ സെലക്ട് ചെയ്യുന്നത്, ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്നത് തന്നെ ആ പെണ്ണിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അയാൾ കല്യാണം കഴിച്ചാൽ മതി. അപ്പോൾ അത്രത്തോളം എന്താ പറയുക, ഫ്ലെക്സിബിളാണ് ഓരോ പാരൻസും. അപ്പം ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭർത്താവ് എങ്ങനെയായിരിക്കണം, അപ്പോൾ ഒരു ഭർത്താവിന് ഭർത്താവ് എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ ഭാര്യയ്ക്കാണ് കൂടുതൽ അറിയാം. അപ്പോൾ ആ ഭാര്യയോട് ചോദിച്ചാൽ ആ ഭർത്താവിൻ്റെ റിയാലിറ്റി അത് ആ ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് അതിൻ്റെ ഒരു അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം മാരേജ്, ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ വേറൊരു ടോപ്പിക്കിലേക്ക് വരാണ്. അതായത് നമ്മൾ ഈ ലവ് മാരേജ് എന്ന് പറയുന്നത്, അതിപ്പം ഇസ്ലാം എന്നുള്ളതല്ല, പൊതുവെ എല്ലാ മതത്തിലായാലും ലവ് മാരേജ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഭയങ്കര ഒരു മുഖം ചുളിവുണ്ട് ആൾക്കാർക്ക്. അത് ശരിയാവോ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് തങ്ങൾക്ക് അതിനോടുള്ള അപ്രോച്ച് എന്താണ്? ഒരു ലവ് അഫെയർ, ലവ് മാരേജ് കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ചല്ല നമ്മൾ ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പം ഏത് കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ലവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലെസ്റ്റ് അല്ല. അപ്പോൾ ഇത് രണ്ട് ഇണകൾ തമ്മിലുള്ള അവരെ മരണം വരെയുള്ള ഒരു ജൈത്രയാത്രയാണ്. അപ്പോൾ അത് സക്സസ് ആവുന്നൊരു ഫോർമുലായിട്ടാണ് നമ്മൾ പ്രണയത്തെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇൻഫാക്ച്വേഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ കൂടുതൽ ഭയങ്കരമായിട്ട് സ്വപ്നം കാണും. അങ്ങനെ ആ ഒരു ഏജിൻ്റെ ഒരു ഇതാണ്. പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ അങ്ങനെയൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന് ശേഷമാണ് സത്യത്തിൽ റിയാലിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പോൾ റിയാലിറ്റിയിലേക്ക് എത്തുമ്പം ഇതെല്ലാം ഇതൊരു മിഥ്യയാണ് എന്നുള്ളൊരു സാഹചര്യത്തിലേക്കാണ് വലിയൊരു ശതമാനം ആളുകൾ പോകുന്നത്. അപ്പോൾ ഇതിലൊരു മെച്യൂരിറ്റിൻ്റെ സംഭവമുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളിത് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കല്യാണത്തിന് ശേഷം എത്ര ആൾ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്, വലിയൊരു കാര്യപ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇസ്ലാം പറയുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പ്രണയം തുടങ്ങേണ്ടത്. ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലക്കും അവരെ കെയർ ചെയ്യുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നത്, എല്ലാത്തിനും വലിയ റോളുണ്ട്. അവരെ ദാമ്പത്യമാണെങ്കിൽ അതുപോലെ തന്നെ അവർക്ക് അസുഖം, അങ്ങനെ എല്ലാ സ്റ്റേജിലും, ഏജ് സ്റ്റേജ്, ഇതെല്ലാത്തിലും രണ്ടുപേരും കൊടുക്കേണ്ട കുറേ കാര്യങ്ങളിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ പ്രണയം അത് മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെ അത് വളരെ എൻജോയബിളാണ്. അത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാത്തിലും നമ്മൾ ആ ഇണയെ സന്തോഷിപ്പിച്ച് സമാധാനപ്പെടുത്തി, നമുക്കറിയാം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഫിനാൻഷ്യലിയാണ് കൂടുതൽ നമ്മൾ എല്ലാത്തിനെയും നോക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ സ്കെയിൽ. അപ്പോൾ ആ സ്കെയിലും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളെ ഇണയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് വരുന്നുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ പൊതുവേ പറയുന്നത്, കുറേ ആളുകൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പറയുന്നത് നമ്മൾ സമയം കണ്ടെത്തണം, ഒരു ഭർത്താവ് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കുറേ വിഷയങ്ങളുണ്ട്. അതൊക്കെ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ മക്കളെയും വൈഫിനെ അത്രത്തോളം നമുക്ക് സമയം കണ്ടെത്താനൊന്നും സാധിക്കില്ല. അപ്പോൾ അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യമാണ് റിയാലിറ്റി. എങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാണ്, ഒരു ഭർത്താവിന് ഭാര്യയെ തിരിച്ചറിയുക, ഭർത്താവ് മനസ്സിലാക്കിക്കൊണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെ അല്ലല്ലോ പ്രണയം, അല്ലേ? പ്രണയം ഒരിക്കലും വാക്കുകളിലൂടെ അല്ല. നമ്മൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, നമ്മളെ നിത്യജീവിതത്തിൽ തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത്. നമ്മൾ ഭാര്യയാണെങ്കിൽ ഭാര്യയെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മൂഡ് കാര്യമൊക്കെ നോക്കിയിട്ട്
ആണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ അവരേറ്റും പോകുന്നത്. അതുപോലെ തന്നെ തിരിച്ച് ഭാര്യയും ഭർത്താവിനെ മനസ്സിലാക്കി ഭർത്താവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവിനെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റും, അത്രത്തോളം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷമായിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഇസ്ലാം മതത്തിൽ ഇപ്പം ഇപ്പോഴും കോടതി വരെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒന്നിൽ കൂടുതൽ ഭാര്യ കല്യാണം കഴിക്കാമെന്നുള്ള കാര്യം എന്നുള്ളത്. അത് ഇപ്പം ബാക്കി മതങ്ങളിൽ അത് അനുവദിക്കുന്ന കാര്യമല്ല. പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും ഇസ്ലാം മതത്തിൽ ഈ ബഹു ദാമ്പത്യം എന്താ പറയുക നമുക്ക് ഓക്കെ ആണെന്ന് പറയുന്നതും അതിനോട് തങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താണ് തങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അതിൽ? ഈ ചോദ്യമൊക്കെ ഇസ്ലാമോഫോബിയയിലൂടെ വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾ കേൾക്കുമ്പോൾ ഒരാൾക്ക് 4 ഭാര്യ ഇത് കേൾക്കുമ്പോൾ അയാൾ എൻജോയ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് കുറേ സ്വാതന്ത്ര്യം കൊടുത്ത് അങ്ങനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ 2 സംഭവമുണ്ട്. ഒന്ന്, ഇസ്ലാമിനെ അതിൽ ഇകഴ്ത്തി പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ഇസ്ലാമോഫോബിയ ആയിട്ട് വരുന്നുണ്ട്. കുറേ ആളുകൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നുണ്ട്. 4 കെട്ടാൻ പറ്റുമെന്ന് പറയുമ്പോൾ കുറേ ആളുകൾ രഹസ്യമായിട്ട് കല്യാണം കഴിക്കുന്നു. പക്ഷേ ഈ രഹസ്യമായിട്ട് ഒരിക്കലും കല്യാണം കഴിക്കാനുള്ള ഒരു പെർമിഷനും ഇല്ല. ഭാര്യയുടെ പെർമിഷൻ വേണം. ഇപ്പോൾ നമ്മളത് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ മഹല്ല് കമ്മിറ്റി അവരെ ലെറ്റർ അവരൊക്കെ പെർമിഷനോട് കൂടിയിട്ടേ നടക്കുകയുള്ളൂ. കാളി വേണം, അതുപോലെ അവളെ ഉപ്പ വേണം, ഇതൊക്കെയുണ്ട്. അപ്പോൾ ഈ ഒരു പെർമിഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കുന്നതിന് കുറേ നിയമാവലികളുണ്ട്. ആ നിയമമൊക്കെ പാലിച്ചുകൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ, ആ നിയമം പാലിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം ഒരു കല്യാണം കഴിക്കുന്നതാണ് എന്ന് ഇസ്ലാമിൽ ഖുർആനിൽ പറയുന്നുണ്ട്. ഇപ്പം ഈ തലാക്ക് ചൊല്ലുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ ആക്ച്വലി മറ്റേ കിളിച്ചുണ്ട മാമ്പഴത്തിലൊക്കെയാണ് ഞാൻ ആ ഒരു ഇതൊക്കെ കണ്ടിരിക്കുന്നത്. അതിനു മുന്നേ എനിക്കിപ്പോഴും ഭയങ്കര വലിയൊരു അറിവൊന്നുമില്ല അതിനെപ്പറ്റി. അപ്പം ഈ തലാക്ക് ചൊല്ലുന്നത് ആണുങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു അറിവിൽ. അപ്പോൾ ഒരു ബന്ധം വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പുരുഷന് മാത്രമാണോ അവകാശം, ഒരു സ്ത്രീക്കും ഒരു അവകാശമില്ലേ? ലൈക്ക് ഈ ഒരു ബന്ധം വേർപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് പറയാൻ സ്ത്രീക്കും അവകാശം ഇല്ലേ? എന്താണ് തങ്ങൾക്കതിൽ? അത് ഈ സമൂഹത്തിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് ഉണ്ടെങ്കിലും അത് കൂടുതൽ ആളുകളിലേക്ക് അത്ര എത്തിയോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് പുരുഷന് എത്രത്തോളം തലാക്ക് ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സ്ത്രീക്ക് നേരിട്ട് ഫസ്ക് ചെല്ലാൻ അതിനുള്ള നിയമമുണ്ട്. പിന്നെ അധികം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇൻ ബിറ്റ്വീൻ അതിൽ കോംപ്രമൈസും കാര്യങ്ങളൊക്കെ ആയി പോകുന്ന കേസുകളുണ്ട്. അപ്പോൾ ഇസ്ലാം പറയുന്നത് വെച്ചാൽ ഒരു 2 എന്താ പറയുക ഇണകൾ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചാൽ അവർ കൂടുതൽ സമയം കൊടുത്ത് അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചാൽ അങ്ങനെയല്ല, നമ്മൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, ഒരു വ്യക്തികൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ അവരെ പിരിച്ചു വിടുന്നത് ഒരു നെഗറ്റീവാണ്. അപ്പോൾ അവരെ പരമാവധി ഒന്നിപ്പിക്കാനുള്ള നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ തലാഖിൻ്റെ വിഷയത്തിൽ ഇതിപ്പോൾ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു പാർട്ട്നേഴ്സിന് ഇത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് പുരുഷനോട് പറയാം എന്നെ തലാക്ക് ചെല്ലണമെന്ന് പറയാം. ഇനി അദ്ദേഹം അതിന് നിന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് സ്വയം ഫസ്ക് ചെല്ലാനുള്ള എല്ലാ റൂൾസും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണാറുണ്ട്, ഇപ്പം ഭർത്താവ് ഭാര്യനെ ഒഴിവാക്കും, ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കും. അപ്പോൾ അവർ പിന്നെ കാലാകാലം ഒരു ശത്രുക്കളെ പോലെ അവരെ 2 കുടുംബവും നിൽക്കുന്നത്. അതിൽ നമ്മളൊരു മെസ്സേജ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇസ്ലാമിൽ പറയുന്നത് നമ്മൾ 2 വ്യക്തികൾ തമ്മിൽ പിരിയുകയാണെങ്കിലും ഒരു സന്തോഷത്തോട് കൂടിയിട്ട് പിരിയുക എന്നുള്ളതാണ്. ഇപ്പം ആണിനെ സംബന്ധിച്ചിടത്തോളം ആണ് കൊടുക്കേണ്ട കുറേ നഷ്ടപരിഹാരങ്ങളുണ്ട്. അത് കൊടുത്ത് സന്തോഷത്തോട് കൂടിയിട്ട് മാന്യമായിട്ട് അവരെ അവകാശങ്ങൾ കൊടുത്ത് നമ്മൾ വേർപിരിയുക. പക്ഷേ ആ ഒരു നല്ല രീതിയിൽ പിരിഞ്ഞു പോവുക എന്നുള്ളത്, നമ്മളൊരു ശത്രുത ഒന്നും വെക്കാതെ ഒരു രീതിയിൽ അവരെക്കുറിച്ച് നമ്മൾ മൈൻഡിൽ പല ചിന്തകളുണ്ടാവും, അതൊക്കെ ഒഴിവാക്കിയിട്ട് സന്തോഷപരമായിട്ട് 2 പേരും പിരിയുക.
എന്നുള്ളതാണ്. ഇപ്പം ഈ തലാക്ക് ചൊല്ലുന്നതും ഇപ്പം അതേപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ വസ്തു ഓൺ ചെയ്യുക. ഇപ്പം അച്ഛനമ്മയുടെയും ഈ നമ്മുടെ ഒരു ഹെറിറ്റേജ് ആയിട്ട് വരുന്ന നമ്മുടെ ഇതുണ്ടാവും, പ്രോപ്പർട്ടീസ് ഉണ്ടാവും, വസ്തുക്കൾ ഉണ്ടാവും. അപ്പം അതിന് പുരുഷന്മാരായിരിക്കും അവകാശികൾ. മുസ്ലിം ഇതിൽ സ്ത്രീകൾക്ക് അതിൽ അവകാശം ഉണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ ഒരു കാര്യമുണ്ടോ? സ്ത്രീകൾക്ക് അവകാശമുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ, ഇപ്പം ആൺമക്കൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്, പെൺമക്കൾക്ക് കുറച്ചാണ് കൊടുക്കുന്നത്. ചെറിയൊരു മാറ്റമുണ്ട്. പക്ഷേ ആൺമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഈ പറയപ്പെടുന്ന കുടുംബത്തിന്, ഇപ്പം മൂത്ത ആളായിരിക്കും കൈകാര്യം ചെയ്യുന്ന വീടിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് അദ്ദേഹത്തെ ആ ഒരു എന്താ പറയുക, ആൺമക്കളെ ഏൽപ്പിക്കുന്നത്. അപ്പം അതൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഉത്തരവാദിത്വം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ ആണിന് കൂടുതലും കൊടുക്കാം, പെണ്ണിന് കുറച്ചും കൊടുക്കാം. അത് നമുക്കറിയാം. ഒരു ബ്രദർ എന്ന് പറയുമ്പോൾ ബ്രദറിനുള്ള ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങൾ, കാരണം ഉപ്പ മരിച്ചാലാണ് അത് കിട്ടുകയുള്ളൂ. അനന്തരാവകാശമാണത്. അപ്പോൾ അവരെ മരണശേഷം ആണ് ഈ ആണുങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ കുറേ ഉത്തരവാദിത്തങ്ങൾ ഈ ആളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ ഈ സഹോദരിയെ കെട്ടിച്ചു വിടുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പോയിൻ്റായിട്ട് ഉപ്പയ്ക്ക് ശേഷം വരുന്നത് ആ വീട്ടിലെ മൂത്ത ആളായിരിക്കും. അവരായിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന് ഇതുപോലെ വലിയൊരു പോർഷന് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അവരുടെ ആ ഒരു ഉത്തരവാദിത്വം ബേസ് ചെയ്തിട്ടാണ് കൂടുതലും ഈ എന്താ പറയുക ആൺമക്കൾക്ക് കിട്ടുന്നത്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് പഠിക്കാണ്ട് മനസ്സിലാക്കാണ്ട് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇത്രയും രീതിയിൽ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഓരോ ആളുകളുടെയും സാമ്പത്തിക വിഷയങ്ങൾ പലതുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. കോമൺ ആയിട്ട് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ഇപ്പോൾ പുരുഷനും സ്ത്രീയും ജോലിക്ക് പോകുന്നുണ്ട്. കാരണം ഇപ്പം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ ഒരു എക്കണോമി സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ചില സമയത്ത് സ്ത്രീകൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ജോലികളിലും ചിലപ്പോൾ പുരുഷൻ ഒരു ഹോം മേക്കർ അല്ലെങ്കിൽ വീട് നോക്കുന്ന രീതിയിലേക്കും വരുന്നുണ്ട്. അത് ഇപ്പം സ്ത്രീകൾ കൂടുതൽ സമ്പാദിക്കുന്നതും അവർക്കൊരു നല്ല ജോലി ഉള്ളതും എന്താണ് ആ ഒരു സിറ്റുവേഷനോടും ആ ഒരു കാര്യത്തിനോടും എങ്ങനെയാണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഇതിൽ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, പുരുഷന്മാരെല്ലാവരും ജോലിക്ക് പോകണം, അത് നിർബന്ധമാണ്. ഒരു വീട്ടിലിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ആണുങ്ങൾ സ്ത്രീകൾക്ക് പോകാതിരിക്കാം, ആരും കാര്യമായിട്ട് പറയില്ല. പക്ഷേ ഒരു പുരുഷന്മാർ ആ വീട്ടിൽ ജോലിക്ക് പോകാതെ സ്ത്രീകളെ മാത്രം ജോലിക്ക് വിടുന്നത് അതൊരു ശരിയായിട്ടുള്ളൊരു രീതിയല്ല. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക എന്നുള്ളത് ഇതിനേക്കാളും കൂടുതൽ, അതിൽ ഒന്നുകൂടിയും നല്ലത് നന്നായിട്ട് പഠിച്ച് നല്ല ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ജോലി കിട്ടാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മോസ്റ്റ്ലി സ്ത്രീകൾ നോക്കുന്നത് ടീച്ചിങ് ആ ഒരു ഏരിയയാണ് കൂടുതൽ. പിന്നെ അതേമാതിരി തന്നെ ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള ഓരോ മേഖലകളാണ്. അപ്പോൾ ഇതിലേക്കൊന്നും പോകുന്നതിലൊന്നും തടസ്സമൊന്നുമില്ല. പക്ഷേ അവർക്ക് ഒരു അഭിമാനത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അതിന് സ്ത്രീകൾക്ക് കൂടുതൽ സെക്യൂറായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാം, ഗ്ലാമറസ് ആയിട്ടുള്ള ജോലികൾ നോക്കാം, ഡോക്ടർ, എൻജിനീയർ, ഇങ്ങനെയുള്ള കുറേ മേഖലകളുണ്ട്. അതെല്ലാവർക്കും ലഭിക്കില്ല, പക്ഷേ പരമാവധി എല്ലാവരും ശ്രമിക്കുന്നത്. പറയുന്ന വേതനം കൂടുതലും സ്ത്രീകൾക്ക് ലഭിച്ചാൽ, ഇപ്പോൾ ഒരു വീട്ടിൽ പുരുഷനേക്കാൾ കൂടുതൽ വേതനം സ്ത്രീകൾക്കാണെങ്കിൽ എന്നുള്ളൊരു സിറ്റുവേഷനോട് എങ്ങനെയാണ് ഇപ്പോൾ ഇസ്ലാം മതത്തിൽ അത് ഓക്കെ ആണോ, അത് അനുവദിക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. അതിനൊന്നും ഒരു തടസ്സമില്ല. നമ്മളിപ്പം നമ്മുടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വേതനം കിട്ടിയാൽ അത് വളരെ നമുക്ക് ഒരു സ്വീകാര്യതയുള്ളൊരു കാര്യമാണ്. കാരണം രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ കുറേ കുടുംബത്തിലും വീട്ടിലൊക്കെ അവർക്ക് കൂടുതൽ ക്വാളിറ്റി ലൈഫ് അവർക്ക് ലഭിക്കും. ആക്ച്വലി ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നത് നല്ലതാണ്. അവരെ സേവിങ്സ്
കാരണം അവർ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് നമുക്കറിയാം മാക്സിമം നമ്മൾ ജോലി ഒരു 15-20 വർഷം ജോലി ചെയ്യും, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങനെ ഒരു എന്താ നമുക്ക് പറയാൻ പറ്റില്ല, റിട്ടയർമെൻറ്റോ വാട്ടവർ. ഇപ്പം നമ്മളിപ്പോൾ ഒരു മുസ്ലിം രാഷ്ട്രമാണ് ഇപ്പോൾ സൗദി അറേബ്യ. ഇപ്പോൾ സൗദിയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അധികം ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു കൺട്രിയാണ്. നാളെ ഏറ്റവും കൂടുതൽ ടൂറിസം നടക്കാൻ പോകുന്നതും അങ്ങനെ ഡെവലപ്മെൻ്റ് ഉള്ളൊരു കൺട്രിയാണ് സൗദി എന്ന് പറയുന്നത്. പക്ഷെ നേരെ തിരിച്ചിപ്പോൾ നമ്മുടെ നാട്ടിലും ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കൂടുതലും ഇതേപോലെ വിവാദങ്ങളും മതവും വർഗീയതയും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്നുണ്ടോ നമ്മുടെ രാജ്യം? അതായത് ബാക്കി രാജ്യങ്ങൾ ഇതേപോലെ ഡെവലപ്പ് ആകുമ്പോൾ ഇങ്ങനത്തെ ചർച്ചാ വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ നമ്മുടെ രാജ്യം? നമ്മളെ രാജ്യത്ത് ഒരു തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അപ്പോൾ ഒരു പഞ്ചായത്തിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കാലങ്ങളോളം കഴിയും. നേരെ മറിച്ച് സൗദി എന്ന് പറഞ്ഞാൽ ഒരു രാജഭരണ ആ ഒരു രീതിയിൽ നടക്കുന്ന നിയമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഭരണാധികാരിയുടെ അണ്ടറിൽ നടക്കുന്നതാണ്. അവർക്ക് എന്തും നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനും ഇത് നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരും. പക്ഷേ അത് നടപ്പിലാക്കുന്നത് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കുറേ പ്രതിസന്ധികളാണ്. പക്ഷെ നേരെ മറിച്ച് സൗദി ആ ഒരു ഏരിയകളിലൊക്കെ കുറേ ഏരിയകളിൽ അവർ മികച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായിട്ട് നമ്മൾ സൗദിയെ കാണുമ്പോൾ ഒരു ഇസ്ലാമിക് കൺട്രി ആയിട്ട് മാത്രമാണ് കാണുന്നത്. ഒരിക്കലും അതൊരു ഇസ്ലാമിക് കൺട്രിയുടെ ഒരു ഭാഗമല്ല. ഇസ്ലാമുമായിട്ടുള്ള സൗദിയുടെ ബന്ധം എന്ന് വെച്ചാൽ മക്ക മദീന ഈ ഒരു ഭാഗം മാത്രമാണ്. ബാക്കി നോർമലായിട്ടുള്ള ഒരു രാജ്യമാണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് വന്ന ഒരു സംഭവമാണ്, അല്ലാതെ ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടല്ല. പക്ഷേ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ നമുക്ക് സൗദി പോലെ ഇപ്പോൾ ഖത്തറിൽ വേൾഡ് കപ്പ് നടന്ന് അവർ ഒരു മദ്യം തീരെ ഇല്ലാതെ വളരെ മാതൃകാപരമായിട്ട് അത്രയും സക്സസ്ഫുള്ളായിട്ട് അവർ നടത്തി കാണിച്ച്. ഇതുവരെ ഒരു ഇസ്ലാമിക് കൺട്രിയിൽ ഇത് നടത്താൻ പറ്റുമോ? ഇനി നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് നിങ്ങൾ തകരും. കാരണം മദ്യം ഒന്നും ഇല്ലാതെ ഒരിക്കലും ഫുട്ബോൾ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. അത് അവർ തിരുത്തി കാണിച്ചു കൊടുത്തു. വളരെ മാതൃകപരമായിട്ടുള്ളൊരു സംഭവമാണ്. അതൊന്നും വല്ലാതെ ചർച്ച ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ മാതൃക പിൻപറ്റിയിട്ടായിരിക്കും സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരുന്നത്. അത് ഇനി മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ അത് ഫോളോ ചെയ്യാൻ പറ്റും. ഈ മതത്തോടുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും മാറ്റം വരണം അല്ലെങ്കിൽ വ്യത്യാസം വരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏത് കാര്യത്തിലായിരിക്കും? മതത്തോട് എന്ന് വെച്ചാൽ മതം പറയുന്നത് സമാധാനം, അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരാൾക്ക് പോലും നമ്മളെ സംസാരം കൊണ്ട്, നമ്മുടെ വാക്ക് കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ക്ഷതമേൽക്കരുത്. ചിലപ്പോൾ നമ്മളറിയാതെ എന്തെങ്കിലും സംസാരിച്ചതായിരിക്കും കാലകാലം അവർ മനസ്സിലുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവരെ കൊണ്ടും നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സംഭവങ്ങൾ. കാരണം നമ്മൾ ഒരാളെ വേദനിപ്പിച്ച് നമ്മൾ അറിയാതെയും അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം ഇപ്പോൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരുമായിട്ട് സംസാരിച്ച് കടം തീർക്കണം. എന്തെങ്കിലും നമ്മൾ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് തീർക്കണം. എല്ലാവരോടും പൊരുത്തപ്പെടിപ്പിക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഹജ്ജിന് പോലും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ യഥാർത്ഥ ഇസ്ലാം അത് മനസ്സിലാക്കാനും പഠിക്കുവാനും അത് പ്രാക്ടീസ് ചെയ്യാനും നന്നായിട്ട് അതിലേക്ക് എത്തുന്നുണ്ട്. വേറെ കുറേ തെറ്റിദ്ധാരണകൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ തെറ്റിദ്ധാരണകളും ആചാരങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ മാറി റിയൽ എന്താണോ ഒറിജിനലായിട്ടുള്ള ഇസ്ലാം അതിലേക്ക് എത്താനുള്ള ശ്രമങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ ഇവിടെയുള്ള കുട്ടികൾ അവർ സമന്വയ വിദ്യാഭ്യാസം നടത്തുന്നത് മതപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഗ്രാജുവേഷൻ വാട്ടവർ ഭൗതികമായിട്ടുള്ള പഠനം ഒരുമിച്ച് നടത്തുന്നുണ്ട്. അതിനുശേഷം അവർ PhD എത്രയോ കുട്ടികൾ PhD ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോകുന്നുണ്ട്, അതുപോലെ തന്നെ വിദേശങ്ങളിൽ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ലോക വിവരവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ലോകത്തിലുള്ള ഇസ്ലാം എന്ന് പറയുമ്പോൾ കുറേ ഇപ്പം അനഫി മദ്ഹബ് ഉണ്ട്, ഷാഫി മദ്ഹബ്, ഇതാണ് കൂടുതൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ഇപ്പം നമ്മൾ എപ്പിസോഡിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, മനുഷ്യനും മതവും രാഷ്ട്രീയവും എങ്ങനെ നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാം? മീൻസ് അത് തമ്മിൽ എങ്ങനെ നമുക്ക് കണക്റ്റഡ് ആയിട്ട് നിർത്താൻ പറ്റും?
ഇതിൻ്റെ ഇപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഇൻസ്പിറേഷൻ. അതിൻ്റെ ഇൻസ്പിറേഷനായിട്ട് ഞാൻ പറയുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്, നെഹ്റു, മഹാത്മാഗാന്ധി, പട്ടേൽ, ഇവരുടെ നാല് പേരുടെയും മതപരമായിട്ടുള്ള ഭാഗങ്ങൾ. ഒരാൾ ഹിന്ദു മതം പ്രാക്ടീസ് ചെയ്യുന്ന ആൾ പട്ടേൽ, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി, അതുപോലെ ആസാദ് വെച്ചാൽ വലിയ പണ്ഡിതനായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഫത്വ വരെ കൊടുക്കുന്ന തരത്തിലുള്ള പണ്ഡിതന്മാരാണ്. അപ്പോൾ നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം എത്തിസ്റ്റ് ആയിട്ടുള്ള അതും നമുക്കറിയാം. ഈ 4 പേരും ഇതിൻ്റെയൊക്കെ ഏറ്റവും തലപ്പത്തുള്ള ആളുകളാണ്. അതേ സമയത്ത് രാഷ്ട്ര നിർമ്മാണമാണ്. അപ്പം ഈ രാജ്യം നമുക്ക് ഇത്രയും ഇന്ന് നമ്മൾ അവരുടെ ആ ഒരു ഇതാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ ഈ പറയപ്പെടുന്ന മനുഷ്യനും മതവും രാഷ്ട്രീയവും ഒരുപോലെ കണക്റ്റഡാണ്. കണക്റ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അത് ഇത്രയും ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വലിയ രാജ്യത്ത് ഇത് സക്സസ്ഫുള്ളായിട്ട് അവർക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന രാഷ്ട്രീയമല്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പം ഒരു രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ, ഡെവലപ്പ് ചെയ്യാൻ, അത് എല്ലാ ഇപ്പം വില്ലേജ് തുടങ്ങിയിട്ടുള്ള പല വിഷയങ്ങളും നിയമങ്ങളും നമുക്കറിയാം. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം. അതുപോലെ തന്നെ മതം നമുക്ക് തരുന്നത് എന്ന് വെച്ചാൽ നമുക്ക് അച്ചടക്കം, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റി, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹുമാനം, പരസ്പര ബഹുമാനം, അതുപോലെ എല്ലാം അതിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചുണ്ടാവുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മുടെ രാജ്യം മുന്നേറുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബം എല്ലാം ഒരുപോലെ ഒരുമിച്ച് പോകാൻ സാധിക്കുന്നത്. സോ ഒരുപാട് സന്തോഷം. ഇപ്പം തങ്ങൾക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു പേഴ്സണാണ് കേട്ടോ. എനിക്ക് റിയൽ ലൈഫിൽ വന്നിട്ട് ഞാനിവിടെ സംസാരിച്ചാലും ഭയങ്കര പ്ലസൻ്റായിട്ട് സ്മൈലായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു സ്വീറ്റ് പേഴ്സണാണ്. സോ താങ്ക് യു സോ മച്ച് നമ്മുടെ പിങ്ക് പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്തതിലും നമുക്ക് കുറച്ച് സമയം തന്നതിലും ഒരുപാട് നന്ദി. സോ ദാറ്റ്സ് ഇറ്റ്. ഫെസ ഇൻറ്റീരിയേഴ്സ് പ്രസൻസ് പിങ്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ ലെറ്റ്സ് പിങ്ക് ഇറ്റ്.